അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു ദിക്ർ കൊണ്ട് കോടീശ്വരനായ കഥ. ഈ ദിക്ർ ഇമാം ഹസനുൽ ബസരിയുടെ ചരിത്രം. ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രമുഖ താബിഈങ്ങളിൽ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുത്തേക്ക് 4 പേർ 4 പ്രശ്നങ്ങളുമായി വന്നു. ഒരാൾ, ഞങ്ങളുടെ നാട്ടിൽ വരൾച്ചയാണ്, മഴ ലഭിക്കാൻ എന്ത് ചെയ്യണം? രണ്ടാമൻ, എനിക്ക് ദാരിദ്ര്യമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ എന്ത് ചെയ്യണം? മൂന്നാമൻ, എനിക്ക് സന്താന ഭാഗ്യം ലഭിക്കാതെ വിഷമിക്കുന്നു. നാലാമൻ, എൻ്റെ കൃഷിഭൂമിയിൽ ഒന്നും വിളയുന്നില്ല, കൃഷിനാശമാണ്. ഇമാം റഹിമഹുള്ള ഈ 4 പേർക്കും നൽകിയത് മറുപടി കേട്ട് അവിടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം 4 പേരോടും ഒരേയൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ: നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഖുർആനികമായ തെളിവ് എന്തുകൊണ്ടാണ് 4 പ്രശ്നങ്ങൾക്കും ഒരേയൊരു പരിഹാരം നൽകിയത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ള തൻ്റെ ഉപദേശത്തിൽ നിന്ന് തെളിവായി ഈ ഖുർആൻ വചനം ഓതിക്കൊടുത്തു. ഈ ആയത്തുകളാണ് പാപമോചനം തേടുന്നവർക്ക് അള്ളാഹു കോടീശ്വരന്മാർക്ക് തുല്യമായ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സ്ഥാപിക്കുന്നത്. ഫഖുൽത അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഈ തുടങ്ങുന്ന ആയത്ത് 10, 11, 12 ആയത്താണ്. വിശുദ്ധ സൂറത്തുൻ നൂഹ് 10, 11, 12. സൂറത്തുൻ നൂഹ് 10, 11, 12 ഈ ആയത്താണ്. സന്ദേശം എങ്ങനെ കോടീശ്വരനാകും? ഈ വചനത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളമായി മഴ പെയ്യും, കൃഷിക്കും ജീവിതത്തിലെ ഐശ്വര്യവും, സ്വത്തുക്കൾ കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കും, സന്താനങ്ങൾ കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കും, തോട്ടങ്ങൾ നദികളും ഒരുക്കിത്തരും. ഇവയെല്ലാം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളങ്ങളാണ്. അതുകൊണ്ട് ഈ ദിക്ർ പതിവാക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ഈ ലോകത്ത് കോടീശ്വരന്മാർക്ക് ലഭിക്കുന്നതിന് സമാനമായ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. അതുകൊണ്ട് നമുക്ക് എത്ര വിഷമം വന്നാലും, പ്രയാസം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, മക്കളില്ലെങ്കിലും മഴയില്ലെങ്കിലും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റും അത്രത്തോളം ഈ ദിക്ർ ഞങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാ വിഷമങ്ങളും അല്ലാഹു തആല തീർത്തു തരും. അത് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചെല്ലുമ്പോൾ തെറ്റുകൂടാതെ നല്ല നിയ്യത്തോടു കൂടി ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ചൊല്ലും എന്ന നിയ്യത്തോടു കൂടി തന്നെ നമ്മൾ ചൊല്ലുക. അതുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മളെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കും. അല്ലാഹു തആല നമ്മളെ നന്മയിലേക്ക് നയിക്കും. അല്ലാഹു തആല നമ്മളൊക്കെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അതുപോലെ നമ്മളെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.